ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൈസ് കണ്ടിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേസി പീപ്പിൾ. ഓക്കെ, അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മോസ്റ്റ് ലേസിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്, ബെസ്റ്റ്. ഇനി എന്തായാലും എനിക്ക് വയ്യ, നീ ഒന്ന് ഓടിച്ചോളാം മതി. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ ആൾക്കാർ. അടുത്തത് ബെസ്റ്റ്. ഇങ്ങനെ ഒരു ലേസിയസ്റ്റ് പീപ്പിൾ ഞാൻ കേട്ടോ. ഓ, ഇതെൻ്റെ സ്വഭാവമല്ലേ. എനിക്കിനി വയ്യ, ഞാൻ കിടന്നുകൊണ്ടെടുത്തോളാം. ഇതെന്തോ റേസിയസ്റ്റാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പുല്ല് വെട്ടാൻ വയ്യ, നീ അങ്ങ് പുല്ല് വെട്ടിക്കോ. ഇതാണ് നമ്മൾ മോസ്റ്റ് ലേസി പീപ്പിൾ ഇയാളാണെന്ന് തോന്നുന്നു. എനിക്ക് വയ്യ. എന്താണിത്? ഒരു വീട്ടിൽ തീ പിടിച്ചിട്ട് എന്ത് സിനിമ കാണുന്നത്? ഇതെന്തത്? എന്താ ലൂസിഫറിലെ സീൻ എനിക്ക് ഓർമ്മ വരുന്നു. മറ്റേ മോഹൻലാലാണെങ്കിൽ എന്തോ ഒരു ബട്ടൺ വെച്ചിട്ട് അമർത്തുമ്പോൾ പൊട്ടിപ്പോത്തില്ല. അപ്പം ഈ ഒരു ലേസിയസ്റ്റ് പീപ്പിളിനെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തത് ഇത് എന്താന്ന് എനിക്കറിയാം. ഓ, ആളവിടെ ഇല്ല. ഓ, ഇത് അമേരിക്കയാണോ? ചിലപ്പോൾ ഗ്യാസ് അടിക്കും. ഇത് അമേരിക്കയാണെന്ന് തോന്നുന്നു. അമേരിക്കയിൽ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടിക്കണം, വേറെ ആൾക്കാർ അടിക്കത്തില്ല. ഇയാളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോണ, ഗ്യാസ് എടുക്കണം, അതെടുത്തിട്ട് ഞാൻ അടിക്കുന്നു. വണ്ടിയുടെ അകത്തുനിന്ന് എടുത്ത് അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ചിട്ടുണ്ട്. നോക്കട്ടെ അടിച്ച്. ഞങ്ങൾക്കറിയില്ല എന്ത് ലേസിയാണെന്ന്. ഓ, ഇതും പുല്ല് വെട്ടുന്നത് തന്നെയാണല്ലോ. എനിക്കിനി പുല്ല് വെട്ടാൻ വയ്യെന്നായിരിക്കും. തന്നെ അങ്ങ് പൊക്കോളൂ. അങ്ങനെ ഓറഞ്ച് ഹുഡ് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ഇങ്ങനെ അങ്ങെടുത്ത് വെച്ചാൽ പോരെ. ഇത് ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്തോ ഇൻകേസ് അതല്ലേ പറയണ്ടേ. വേണ്ട എന്നെ ഞാൻ ഓ ഗൈസ്, എന്തൊരു ലേസിയാണല്ലേ. അപ്പം ഇത് എന്താണ്? അതിലിരിക്കണം, പിന്നെ അതിൽ ആ ഒരു കസാര ഓർഡർ ചെയ്തു, എന്നിട്ട് അതിന് പൊട്ടിക്കണം, സെറ്റ് ചെയ്യണം, എല്ലാം ചെയ്യും. എനിക്ക് വയ്യ. എന്നിട്ട് ബോക്സിൽ തന്നെ എടുത്ത് ഇരുന്ന്. അപ്പം ഇത് കൊള്ളാം. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ആ പട്ടി എടുത്ത് വലിച്ച പോലെ തന്നെ ഇത് ഞാനായിരുന്നെങ്കിലും. ഓക്കെ, അടുത്ത ഇത് പറയാൻ പറ്റും. ഓ, ഇത് ലേസിയസ്റ്റ് പീപ്പിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതെന്തൊരു ജീവിയാണോ? ഇത് ജീവിയാണോ അത് ചാക്കാണോ? ഇതെന്തൊരു ജീവിയാ? ഇതാണ് ഇതിൻ്റെ മറ്റേ വര. ഈ സാധനത്തിന് എന്തോ പറയാൻ കയറത്തില്ലേ, മറ്റേ വര. ആ വര ഇത് എനിക്ക് മറ്റേത് തന്നെ പറയാനുള്ളത്. ഇത് ഞാനായിരുന്നെങ്കിലും. ഓക്കെ, ഇത് എന്തുവാടോ? ഒരു ഓവർബോർഡ്, പിടിയുള്ള ഓവർബോർഡ്. പിന്നെ അത് തന്നെ അങ്ങ് വെക്കും. ഈ ഓവർബോർഡ് എന്ന് തന്നെ എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാക്കോട്ട് പോകും, അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പുറത്തോട്ട് പോകും, അങ്ങനെയൊക്കെ കഴിയാം. പക്ഷെ എന്നാലും ഇത് നല്ലൊരു ആളാണ്. അടുത്ത താരം ഭയാനകം. ഇതിലും മറ്റേത് വേണം. ഒരു മിനിറ്റ്. ഓക്കെ, കുടിച്ച് തീർന്നു. എവിടുന്നാണ് ഇതൊക്കെ? ഇങ്ങനത്തെ ഐഡിയ ഒക്കെ ആർക്കും വരുന്നത്? എനിക്ക് തോന്നിയില്ലല്ലോ. മറ്റുള്ളവൻ എടുത്ത് ചിരിക്കുന്നു.
ഇത് മറ്റേതുപോലത്തെ വേറെ കിടന്നുകൊണ്ട് അവിടെ ഒരു ഹോളുണ്ട്. ഒരു മിനിറ്റ് ബ്രാൻഡ് നീ വരി പോകുന്നവർക്ക് അവിടുന്ന് വേസ്റ്റ് ഇടാൻ പറ്റും. ഇതുള്ളത് ഹോണ്ടയുടെ കാറാണ്. ഓ ഇനി ആര് വിളിച്ചാലും ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനത്തെ ഫോൺ ഞാൻ തന്നെ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ സെക്യൂരിറ്റി അനുസരിച്ചിട്ട് ഞാനിങ്ങനെ ഉറങ്ങുന്നു. പക്ഷെ എനിക്ക് ഈ ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഫ്രണ്ടിൽ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട്, അയാളെല്ലാം നോക്കിക്കോളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്, ബൈ.